ഈ ഒരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇത് ഏതാ സാധനം എന്ന് പറഞ്ഞാൽ തിങ്ക് പാഡ് എന്ന് പറയും. ഇത് ലെനോവോ എന്ന ബ്രാൻഡിന്റെ തിങ്ക് പാഡ് എന്ന് പറഞ്ഞ സീരീസ് ലാപ്ടോപ്പാണ്. ഓക്കെ, സാധനം കണ്ടത്. അപ്പം ഞാൻ ഈ ലാപ്ടോപ്പിനെ പറ്റി പറയാനില്ല. ഈ സീരീസ് തന്നെയുള്ള തിങ്ക് പാഡിൽ X1 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നോക്കില്ല, സാധനം കാണുന്നുണ്ടോ? ഈ X1 എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയുമോ? ഇത് നിങ്ങൾ ഇത് ഒരാളുടെ കയ്യിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്തിന് ഈ ലാപ്ടോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 99% അയാൾ ആ കമ്പനിയിൽ വലിയൊരു പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, കാരണം ഈ ഒരു ലാപ്ടോപ്പിന്റെ ബ്രാൻഡ് ന്യൂ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 5,000 to 10,000 ആണ്. 5,000 ദിറംസ് മുതൽ 10,000 ദിറംസ് വരെയാണ് ഈ ലാപ്ടോപ്പിന്റെ വില വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ ഒരു സ്റ്റാഫിനൊക്കെ കൊടുക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച ലാപ്ടോപ്പ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ലാപ്ടോപ്പാണ് കമ്പനിയിലുള്ള സ്റ്റാഫിനൊക്കെ കൊടുക്കാൻ. കാരണം ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന, നല്ല വർക്ക് ചെയ്യുന്ന, 10, 12, 24 മണിക്കൂറൊക്കെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റാണ് ഈ ലാപ്ടോപ്പ്. ഓക്കെ, ഇനി ഈ X1 കാർബണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം 24 hours നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ പറ്റും. എങ്ങനെ വേണമെങ്കിലും എത്ര ഹെവി വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വർക്കും ചെയ്യും, സെയിം ഡിറ്റോ ആയിട്ട് വർക്കും ചെയ്യും. പക്ഷേ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ലാപ്ടോപ്പ് വരുന്നത്. ഓക്കെ, വളരെ വളരെ വെയിറ്റ് കുറവാണ്. നിങ്ങൾ ബാക്കിയുള്ള ഏത് ബ്രാൻഡിന്റെ ഏത് സീരീസ് ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാലും ഇത്ര വെയിറ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇതിന്റെ പേര് വരുന്നത് X1 കാർബൺ എന്നാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്ലിം ആണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡോൾബി അറ്റ്മോസിന്റെ 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 2 സ്പീക്കർ ഇവിടെ വരും, 2 സ്പീക്കർ ഇവിടെ വരും. നോർമലി ലാപ്ടോപ്പുകളിൽ വരുന്നത് 2 സ്പീക്കേഴ്സ് ആയിരിക്കും കൂടുതലും. ഇവിടെയാണ് വരാൻ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടാവും. ഇതിൽ ഡോൾബി അറ്റ്മോസിന്റെ 4 സ്പീക്കേഴ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ Type-C ആണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് യൂസ്ഡ് ആണ് ഈ ലാപ്ടോപ്പ് വരുന്നത്. ഓക്കെ, ഇതിന് ബ്രാൻഡ് ന്യൂ പ്രൈസ് ആണ് 5,000 to 10,000 വരുന്നത്. പിന്നെ ഇത് യൂസ്ഡ് ആണ് വരുന്നത്. ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് പറഞ്ഞാൽ i7 10th ജനറേഷനിൽ 16 GB റാം 512 GB SSD ആണ് വില വരുന്നത്. കോൺഫിഗറേഷൻ വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,250 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, 1,250 ദിറംസിന് ഈ സാധനം കിട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു ലാപ്ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളെ കയ്യിൽ ലാപ്ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, തിങ്ക് പാഡ് എന്ന് പറഞ്ഞ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് വലിയൊരു കമ്പനിയാണെന്നുള്ള ആദ്യം മനസ്സിലാക്കാം. കാരണം ഒരു തിങ്ക് പാഡിന്റെ ഏത് ബേസിക് മോഡലാണെങ്കിൽ പോലും അത് ഒരു സാധാരണ കമ്പനിക്ക് അഫോർഡബിൾ ആയവില്ല അത്. പിന്നെ അതിൽ തന്നെ നിങ്ങൾ ഈ X1 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ആൾ വലിയൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, 100%, 99% അത് വലിയൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. കാരണം ഒരു കമ്പനി കൊടുക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പ് കമ്പനി അയാൾ